നമസ്കാരം. റീഡേഴ്സ് അഡ്വക്കേറ്റാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നിരവധി വാർത്തകളിൽ ശ്രദ്ധേയമായി നമ്മൾ ആദ്യം വായിക്കേണ്ടതായി ഞാൻ കരുതുന്ന വാർത്ത, ഇന്നലെ മുതൽ ഓൺലൈൻ ചാനലുകളും ടെലിവിഷൻ ചാനലുകളുമൊക്കെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കാര്യമായി ആഘോഷിച്ച ഒരു വാർത്തയുടെ തുടർച്ചയാണ്. രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയായിരുന്നു അത്. IS ബന്ധം വരെ ആരോപിച്ച് മലയാളത്തിലെ മാധ്യമങ്ങൾ വരെ ഓൺലൈനിൽ നൽകിയിരുന്നു. രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണി, 3 പേർ അറസ്റ്റിൽ എന്ന വാർത്ത ഇന്ന് പത്രങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ കൗമുദിയാണെങ്കിൽ 3 പേർ അറസ്റ്റിൽ, രാമക്ഷേത്രത്തിന് ബോംബ് ഭീഷണിയെ തുടർന്ന് 3 പേർ അറസ്റ്റിലായ വാർത്ത നൽകുന്നു. പ്രകാശ് മിശ്ര, സിബ്രാൻ മക്രാനി, തഹർ സിംഗ് എന്നിവരാണ് അറസ്റ്റിലായത്. മുസ്ലിം പേരുകളിൽ ഇമെയിൽ ID ഉണ്ടാക്കിയാണ് ഇവരെല്ലാം ആശയവിനിമയവും നടത്തിയിരുന്നത്. അങ്ങനെ ആകുമ്പോൾ സംഗതി അവരുദ്ദേശിച്ചിടത്തേക്ക് എത്തുമല്ലോ എന്നുള്ള ലക്ഷ്യമായിരിക്കാം. പാക് അന്വേഷണ ഏജൻസികളെക്കുറിച്ച് അപ്പം തന്നെ ഈ ബന്ധങ്ങളൊക്കെ ആരോപിച്ച് അന്വേഷണ ഏജൻസികൾ തേടിപ്പോയി, എന്താണ് നടക്കാൻ പോകുന്നത്, ഇവരെവിടെയൊക്കെ ബന്ധമുണ്ട് എന്നൊക്കെ തേടിപ്പോയി. എന്നാൽ ഈ വാർത്ത ഓൺലൈൻ ചാനലുകളിലും ടെലിവിഷൻ ചാനലുകളിലുമൊക്കെ അത്തരത്തിൽ വരികയും മുസ്ലിം പ്രതികളാണ് എന്നുള്ള വ്യാപകമായ പ്രചാരണം ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിൻ്റെ തുടർച്ചയായി മറ്റു 3 പേരിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ഈ വാർത്ത വ്യക്തവും കൃത്യവുമായി തന്നെ സുപ്രഭാതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തലക്കെട്ടിൽ തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. രാമക്ഷേത്രം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി, സംഘപരിവാർ പ്രവർത്തകർ അറസ്റ്റിൽ എന്നാണ് സുപ്രഭാതത്തിൻ്റെ തലക്കെട്ട്. ഈ വാർത്ത എല്ലാം പറയുന്ന വാർത്തയാണ്. ഇനി മറ്റു വാർത്തകളിലേക്ക് പോയാൽ, മനോരമയുടെ ഇന്നത്തെ 1-ാം പേജിലെ വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയ വാർത്ത, കേസ് കണ്ടാലറിയാം പാർട്ടി കളർ എന്നുള്ളതാണ്. നവകേരള സദസ്സിനെതിരായ കരിങ്കൊടി സമരത്തിൽ CPMകാർക്ക് എതിരായി ചുമത്തിയതിൻ്റെ 10 ഇരട്ടി കേസുകളാണ് കോൺഗ്രസ്സുകാർക്കെതിരെ ചുമത്തിയത്. അത് സമാനമായ നിലയിലല്ല കേസ് എന്നുള്ളതാണ് മനോരമയുടെ വാർത്തയുടെ ഉള്ളടക്കം. കേസുകളുടെ 10 ഇരട്ടി UDFകാർക്കെതിരെ എന്നുള്ളതാണ്. UDFകാർക്കെതിരെ കേസുകൾ ചുമത്തുമ്പോൾ സമാനമായും ഇവർക്കെതിരെയും കേസ് ചുമത്തണം എന്നാണ് മനോരമയുടെ വാർത്തയിൽ നിന്നുള്ള ആഹ്വാനം നമുക്ക് മനസ്സിലാവുക. പക്ഷേ ഈ UDFകാരാണല്ലോ കരിങ്കൊടി കാണിച്ചത്, അവർക്കെതിരെയല്ലേ കേസ് ചുമത്തുക. അതിനെതിരായി ചില സ്ഥലങ്ങളിൽ DYFIക്കാർ തല്ലാൻ പോയിട്ടുണ്ട്, അവർക്കെതിരെ കേസുണ്ട്. അതുകൂടാതെ ഇതൊന്നും പോരാ, കൃത്യമായിട്ട് തന്നെ വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ചിലയിടങ്ങളിൽ ഇവർ ഏകപക്ഷീയമായി കരിങ്കൊടി കാണിച്ചല്ലോ, അതിന് തടയാനൊന്നും പോകാത്ത അല്ലെങ്കിൽ എതിർത്ത് അടിക്കാനൊന്നും പോകാത്ത സ്ഥലങ്ങളിലൊക്കെ കരിങ്കൊടി കാണിച്ചല്ലോ. അപ്പോൾ ഇപ്പോൾ കൊല്ലത്തൊരു സ്ഥലത്ത് വണ്ടിക്കെതിരെ ചാടി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അവിടെ അടിക്കാനൊന്നും പോയില്ല, അടിക്കാനൊന്നും പോകാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ പിന്നെ അവർക്കെതിരെ കേസെടുക്കില്ല. അതിന് തുല്യമായിട്ട് അപ്പുറത്തെ വീട്ടിലെ DYFIക്കാരനെതിരെ കേസെടുക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും മനോരമ പറഞ്ഞ് തുല്യമായ കേസില്ല, അത് വേണം എന്നാണ് പറയുന്നത്. അതുപോട്ടെ, മറ്റൊരു മനോരമയുടെ മുഖപ്രസംഗം ഇന്ന് പ്രസക്തമായൊരു വാർത്തയുടെ പിന്നിലായിരുന്നു മനോരമ ദേശാഭിമാനിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അത് ജനറൽ ആശുപത്രിയിൽ മരുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയായിരുന്നു. മനോരമ 1-ാം പേജിൽ മരുന്നിന് പോലും മരുന്നില്ല എന്ന തലക്കെട്ടിലൊരു വാർത്ത നൽകുകയും, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ഒരാൾ മരുന്ന് വാങ്ങാൻ പോയി, അയാൾക്ക് മരുന്ന് കിട്ടാത്ത സാഹചര്യം ഉണ്ടായതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയായിരുന്നു. അതിനെ തുടർന്ന് ദേശാഭിമാനി അതിൻ്റെ കൗണ്ടർ വാർത്ത നൽകി. അവർ തമ്മിൽ കഴിഞ്ഞ 2 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട തർക്കത്തിലായിരുന്നു. ഞാൻ പിന്നെ അത് ഒരു തീരുമാനമാവട്ടെ എന്ന് വെച്ച് മാറിയിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഡോക്ടർ, ഇപ്പോൾ മന്ത്രിയുടെ വിശദീകരണത്തിൽ തന്നെ ഡോക്ടർ എഴുതിയ മരുന്നിൽ ചില വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സാങ്കേതികത്വമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണമാണ് മന്ത്രി തന്നെ നൽകിയത്. അപ്പോൾ പിന്നെ വാർത്ത എഴുതിയ ആളെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല. എന്തായാലും അന്ന് പറഞ്ഞതിൽ ഭൂരിഭാഗം മരുന്നുകളും കിട്ടി, ബാക്കിയുള്ളതാണ് കിട്ടാത്തത്. അതിന് മരുന്നിന് പോലും മരുന്നില്ല എന്ന തലക്കെട്ട് നൽകിയതിലുള്ള വിയോജിപ്പാണ് നമുക്കതിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏക മാർഗം. പക്ഷേ ആ ഒരു സ്പെസിഫിക്കായ ഇഷ്യൂവിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നീട് വന്ന വിശദീകരണങ്ങളിൽ പക്ഷേ അത്രയ്ക്ക് നമുക്ക് തുടർച്ച കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഒരൊറ്റ ആളെക്കുറിച്ച് തന്നെയാണ് വാർത്ത വരുന്നത്. SV ബിനുകുമാറിന് കൊടുത്ത കിട്ടാത്ത ആ മരുന്നിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും വീണ്ടും മനോരമ വാർത്ത നൽകുന്നത്. തുടർച്ചകളില്ല. ഇപ്പോൾ ഇന്നത്തെ മുഖപ്രസംഗം എന്ന് എഴുതിയിട്ടുണ്ട്, മറുവാദം ഒരു മരുന്നല്ല മന്ത്രി എന്നുള്ളതാണ് മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗം. അതിലും ഈ ഒരാൾക്ക് മരുന്ന് കിട്ടാത്ത പ്രശ്നമേ ഉള്ളൂ. പക്ഷേ പറയുന്നത് കേരളത്തിലെങ്ങും മരുന്നില്ല എന്നുള്ളതുമാണ്. ഇപ്പോൾ നമ്മളെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണെങ്കിൽ, ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് കുലശേഖരത്ത് PHCയിൽ പോയി. എനിക്ക് അവിടെ നിന്ന് 4 മരുന്ന് എഴുതി. 4 മരുന്നും 3 ഗുളികയും ഒരു മരുന്നും എഴുതി. അത് 4 അവിടെ ഉണ്ടായിരുന്നു. അത് 4 എനിക്ക് അവിടെ നിന്ന് കിട്ടി. അത് വ്യക്തിപരമായ അനുഭവം എന്നുള്ളതിനപ്പുറത്ത് എല്ലാ ആശുപത്രിയും അങ്ങനെയാണോ എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അതുകൊണ്ടാണ് ഇതിലൊരു പക്ഷം പിടിക്കാതെ മാറി നിൽക്കുന്നത്. പക്ഷേ മനോരമയ്ക്ക് എല്ലായിടത്തും പോയി അന്വേഷിക്കാമല്ലോ, PHCകളിലും. പക്ഷേ ഈ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ തന്നെ കൂടുതൽ ആളുകളുടെ നിന്ന് വിവരങ്ങൾ എടുക്കാമല്ലോ. പക്ഷേ ഈ ഒറ്റൊരാളിൽ നിന്നാണ് വീണ്ടും വീണ്ടും മനോരമ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുഖപ്രസംഗത്തിലും ഈ കാര്യം പറയുന്നത്. പക്ഷേ പറയുന്നത് കേരളത്തിൽ ഒരു സ്ഥലത്തും മരുന്നില്ല എന്നുള്ളതുമാണ്. അതുകൊണ്ട് ഈ മുഖപ്രസംഗത്തിൽ നമുക്കങ്ങ് ഉറച്ച് വിശ്വസിക്കാൻ
വയ്യ. മനോരമ കൂടുതൽ വിശ്വാസ്യത വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആശുപത്രികളിൽ പോയി അവിടെ മരുന്നില്ലയോ എന്നുള്ള കാര്യം പറയണം എന്നുള്ളതാണ്. അവർക്ക് എല്ലായിടത്തും റിപ്പോർട്ടർമാരൊക്കെ ഉണ്ടാവുമല്ലോ. മാത്രമല്ല ജനറൽ ആശുപത്രിയിൽ തന്നെ ഈ ബിനുകുമാർ അല്ലാതെ വേറെ ഒരാളുടെ കൂടി പ്രതികരണം നമുക്ക് എടുക്കാമല്ലോ. എന്തായാലും ഇങ്ങനെയൊരു മുഖപ്രസംഗം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇനി ദേശീയ തലത്തിൽ കെജ്രിവാളിനെ പിടിച്ച് അകത്തിടാനുള്ള നീക്കങ്ങൾ ഇങ്ങനെ പാളിപ്പോവുകയാണോ അല്ലെങ്കിൽ അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്നൊന്നും തിരിയാണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമ്മുടെ ED വന്നിട്ട് തോമസ് ഐസക്കിനെ അകത്തിടാൻ നോക്കിയപ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ മുന്നേ വിളിച്ച സമയത്ത് സമൻസ് ഹൈക്കോടതി തന്നെ ചോദ്യം ചെയ്ത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ കെജ്രിവാൾ കോടതിയിലേ പോയില്ല, ഞാൻ ചോദ്യം ചെയ്യാനേ പോയില്ല എന്ന് പറഞ്ഞ് നല്ല വൃത്തിയായി സമൻസ് അയക്കുമെന്ന് അദ്ദേഹം തന്നെ പറയുന്ന കാര്യമാണ്. 3 തവണയായി പോയില്ല. പക്ഷേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് വാർത്ത വരുന്നത്. മദ്യനയ കേസ് കെജ്രിവാൾ അറസ്റ്റ് ഭീഷണിയിൽ എന്ന് കൗമുദി വാർത്ത നൽകുന്നുണ്ട്. പോർക്കളമായി ഡൽഹി എന്ന് സുപ്രഭാതം വാർത്ത നൽകുന്നുണ്ട്. പ്രചാരണ രംഗത്ത് നിന്ന് ഒഴിവാക്കാനാണ് BJPയുടെ നീക്കമെന്ന് കെജ്രിവാൾ പറഞ്ഞത് മനോരമയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിലെ സ്വർണ്ണ കള്ളക്കടത്ത് കേസ്. നിയമസഭയും ലോക്സഭയും ഒക്കെ വരുന്ന സമയത്ത് എടുത്തു പയറ്റുന്ന ഒരു കേസാണ് ഡൽഹിയിൽ മദ്യനയ കേസ്. എന്നിട്ട് അവിടെ അറസ്റ്റൊക്കെ നടന്നു. കേരളത്തിൽ അതിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കേസിന് ശേഷം ഉള്ള രാഷ്ട്രീയ സാഹചര്യം. ഏറ്റവും ഒടുവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ വന്ന് പറയുകയാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസിൻ്റെ ആളാരാന്ന് നമുക്കറിയാമെന്ന്. എന്തായാലും തിരഞ്ഞെടുപ്പ് വരികയാണ് എന്നുള്ളതിൻ്റെ ബോധ്യത്തിൽ നമ്മളതിനെ സമീപിക്കുക എന്നുള്ളത് മാത്രമേ നിർവാഹമുള്ളൂ. സ്വർണ്ണ കള്ളക്കടത്ത് കേസ് കോൺഗ്രസ് ആയുധമാക്കുമെന്ന് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തി കൗമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്വർണ്ണക്കടത്തിൽ മോദിയുമായി അന്തർധാരയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് ചന്ദ്രിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരുനീക്കങ്ങൾക്ക് മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്ന് ദേശാഭിമാനി ഇത് അടുത്ത വിഷയമാക്കാനുള്ള നീക്കമാണ് എന്ന് സംശയത്തോടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗവർണറുമായുള്ള പോര് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഗവർണറോട് പോരിന് സർവകലാശാലകളും എന്ന് മംഗളം ലീഡ് വാർത്ത നൽകുന്നു. സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധികളെ അയക്കാൻ സർവകലാശാലകൾ തയ്യാറാകില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. ജോർജ് എം തോമസ് കോടതിയെ കബളിപ്പിച്ചു എന്ന് ചന്ദ്രിക വാർത്ത നൽകുന്നുണ്ട്. CPM നേതാവായ ജോർജ് എം തോമസ് മിച്ച ഭൂമി വിറ്റ ശേഷം ഭാര്യയുടെ പേരിൽ തിരികെ വാങ്ങിയെന്ന് ലാൻഡ് റിപ്പോർട്ട് വാർത്ത നൽകുന്നു. BJP സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ മാസം ഒടുവിൽ എന്ന് മാതൃഭൂമി വാർത്ത നൽകുന്നു. മോദി തമിഴ്നാട്ടിലും മത്സരിച്ചേക്കും എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ആ വാർത്തയിലുണ്ട്. 400 സീറ്റ് ലക്ഷ്യം വെച്ചായിരിക്കും BJPയുടെ പ്രചാരണ പരിപാടികൾ. ഇത്തവണയും റബ്ബറിൽ ചുറ്റും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. ഇടതിനും റബ്ബർ മുഖ്യമാണ് എന്നും കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മംഗളം വാർത്തയിൽ പറയുന്നു. MLAയുടെ മൈക്ക് പിടിച്ചു വാങ്ങി SIയുടെ പ്രകോപനം എന്ന് ദേശാഭിമാനി വാർത്ത നൽകുന്നു. കല്യാശ്ശേരി MLA വിജിൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്ത എല്ലാ പത്രങ്ങളും ആ വാർത്ത നൽകുന്നുണ്ട്. പൊന്നാടയും പൂച്ചെണ്ടും വേണ്ട ഗണേഷ് കുമാറിൻ്റെ പുതിയ നിലപാട് മെട്രോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വരുമ്പോൾ പുസ്തകമോ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള ഉപകാരപ്രദമായ സമ്മാനങ്ങൾ മതി, ഈ പൊന്നാടയും പൂച്ചെണ്ടും വാങ്ങി മടുത്തു എന്നാണ് ഗണേഷ് കുമാറിൻ്റെ പുതിയ നിലപാട്. മാതൃഭൂമിയും മെട്രോ വാർത്തയും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദൗത്യ നിർവഹണത്തിൽ വീഴ്ചയുണ്ടായി എന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കർദിനാൾ ആലഞ്ചേരിയുടെ കത്തിനെക്കുറിച്ചുള്ള വാർത്ത മെട്രോ വാർത്ത നൽകുന്നു. നീതി ആയോഗ് കേരളം സന്ദർശിച്ച അതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വാർത്തകൾ പത്രം പ്രത്യേകിച്ചും ദേശാഭിമാനിയും ജനയുഗവും നൽകുന്നുണ്ട്. സുസ്ഥിര വികസനത്തിൽ കേരളം മാതൃക എന്ന് നീതി ആയോഗ് പറഞ്ഞത് ജനയുഗം ലീഡ് തന്നെയാക്കുന്നു. സുമൻ കുമാർ ബെറി ഉപാധ്യക്ഷൻ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി എന്നും വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാനം ഏറ്റവും മികച്ചത് എന്ന് നീതി ആയോഗ് ഉപാധ്യക്ഷൻ എന്ന് ദേശാഭിമാനിയും വാർത്ത നൽകുന്നു. കേപ്പ് ടൗൺ ടെസ്റ്റിൽ ഇന്ത്യക്ക് വമ്പൻ ജയൻ, ഷോർട്ട് പിച്ച് എന്ന തലക്കെട്ടിൽ മാതൃഭൂമി സ്പോർട്സ് പേജിൽ വാർത്ത നൽകുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമായ ടെസ്റ്റിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കേറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നതുകൊണ്ട് വീഡിയോ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ടാവും, ക്ഷമിക്കുക. നാളെ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.